വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീനൂസ് വ്ലോഗ്. അപ്പോൾ നമ്മളിത് ട്രാവലിംഗ് വ്ലോഗായിട്ടാണ് വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എന്താ പറയുക, ഇടിഞ്ഞാർ എന്ന ദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സ്വന്തം ഗ്രാമമായിട്ടുള്ള ഇടിഞ്ഞാർ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പാലോടിനപ്പുറമാണ് ഈ ഗ്രാമം. വനയോര മേഖല, അതായത് പറയുക ചുറ്റും വനങ്ങളാൽ നിറയപ്പെട്ട, മലകളാൽ നിറയപ്പെട്ട, പുഴകളാൽ നിറയപ്പെട്ട അങ്ങനെ ഒരു ദേശം. ഭയങ്കര മനോഹരതയാർന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ഗ്രാമം കേട്ടോ ഇടിഞ്ഞാറ്. രണ്ട് സൈഡിലും പോകുന്ന വഴി ഫുള്ള് എന്താ പറയുക വനങ്ങളാട്ടോ. ഇത് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ തന്നെ അക്കേഷ്യ പ്ലാന്റേഷനാണ്. രണ്ട് സൈഡിൽ ഫുള്ളത്. രാത്രിയുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ കൂടെ. ഇപ്പം നമ്മളിന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ തന്നെ നമ്മുടെ തന്നെ ലൂഥറൻ സഭയുടെ പാഴ്സണേജിൻ്റെ കല്ലിടൽ ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഇടിഞ്ഞാലിലുള്ള എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർഷങ്ങൾ കൊണ്ടുള്ള അവരുടെ ഒരു ആഗ്രഹമായിരുന്നു സഫലമാകാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളും അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നതിന് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. നമ്മളീ പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മലകളൊക്കെ അത് നല്ലൊരു വ്യൂ ആട്ടോ. ശരിക്കും അതിന് മാടങ്കുന്നെന്ന് അറിയപ്പെടുന്നത്. ഈ പോകുമ്പോൾ കാണുന്ന ഈ വനങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത്. ചുറ്റും നല്ല വനങ്ങളാൽ നിറയപ്പെട്ട, മരങ്ങളാൽ നിറയപ്പെട്ട ഒരു ദേശം. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ മലയുടെ അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് പൊന്മുടിയാണ്. ഈ ഒരു സ്ഥലമാണ് മുല്ലച്ചൽ എന്നറിയപ്പെടുന്നത്. ഇവിടേക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു ചെറിയ മിനറൽ വാട്ടറിൻ്റെയൊക്കെ യൂണിറ്റ് വന്നിട്ടുണ്ട്. പിപ്പായുടെ യൂണിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒത്തിരി പേർക്ക് ജോലി അവരിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വീടുകളൊന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ്. ഫുള്ള് വനമാണ്. ആ കാണുന്ന മലയാട്ടോ മാടങ്കുന്നെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇടിഞ്ഞാറിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഇടിഞ്ഞാർ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് മറ്റ് ഭാഗങ്ങളിൽ എനിക്കറിയില്ല കാണാൻ പറ്റുമെന്നുള്ളത്, പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും അടിയുണ്ടാക്കുമ്പോഴും പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദം. അതിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഉത്തമ ഉദാഹരണം നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇടിഞ്ഞാർ ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കണ്ണുകൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. കാരണം ഈ കാണുന്നൊരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് മുസ്ലിം പള്ളിയുള്ളതും കോവിലുള്ളതും. ഇവിടെ നല്ല എന്താ പറയുക, രണ്ട് മതസ്ഥരുടെയും ആരാധനയ്ക്ക് ഒരു മുടക്കവും വരാതെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുത്തെ സ്കൂളാണ് ഈ കാണുന്നത്, ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ, അതായത് ഇവിടെ ഒത്തിരിയേറെ ട്രൈബൽസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിക്ക് ഗവൺമെൻറ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. നമ്മൾ നമ്മുടെ പള്ളിയുടെ അടുത്തെത്തി. നമ്മുടെ സിനഡ് പ്രസിഡൻ്റാണ് നമ്മുടെ ലൂഥറൻ സഭയുടെ ILCയുടെ സിനഡ് പ്രസിഡൻ്റ് റവറൻഡ് മോഹനൻ അച്ഛനാണിത്. അപ്പോൾ അച്ഛനാണ് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സഭയിൽ നിന്ന് തന്നെയാണ് അച്ഛൻ പട്ടം പഠിക്കാൻ പോകുന്നതും അവിടെ നിന്ന് വളർന്ന് എന്താ പറയുക ഈ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് മാറിയത്. നമ്മുടെ സഭയിലുള്ള എല്ലാ ആൾക്കാരുടെയും വർഷങ്ങൾ കൊണ്ടുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ന് പാഴ്സണേജിന് കല്ലിടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും ഭയങ്കര എന്താ പറയുക സന്തോഷത്തിലൊക്കെയാണ്.
പ്രാർത്ഥിക്കാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവരും യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരനും ആഗ്രഹിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നിങ്ങൾ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്ന കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തിക്കും സീനായി ലൂതറൻ ചർച്ചിനോടും സകല കുടുംബാംഗങ്ങളോടും വൈദികനോടും കമ്മിറ്റിക്കാരോടും ഇവിടെ സാക്ഷ്യം വഹിക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും മിഷൻ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോടും ശുശ്രൂഷകനോടും ദേശത്തോടും അനുഗ്രഹമാമണ്ണം എപ്പോഴും എപ്പോഴും കൂടെ ഇരുന്ന് കാക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. അപ്പോൾ നമ്മൾ അവിടുത്തെ ശുശ്രൂഷയെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ 2:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു പോകുന്നത്. ഇതെല്ലാം നമ്മുടെ എന്താ പറയുക സ്വന്തക്കാരൊക്കെയാണ്, പള്ളിയിലുള്ള എല്ലാ ആൾക്കാരും. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. അപ്പോൾ നേരെ നമ്മുടെ തന്നെ എന്താ പറയുക ചേച്ചിമാരുണ്ടാക്കിയ നമ്മുടെ പള്ളിയിലുള്ള എല്ലാ ആൾക്കാരും കൂടി ചേർന്നുണ്ടാക്കിയ ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് പോകട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇടിഞ്ഞാറ് തന്നെ നമ്മൾ അവിടുത്തെ മങ്കയം വെള്ളച്ചാട്ടവും ബ്രൈമൂർ എസ്റ്റേറ്റൊക്കെ ഒന്ന് ജസ്റ്റ് വന്നതല്ലേ, അപ്പോൾ ഒന്ന് പോയി കാണാമെന്നുള്ള പ്ലാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷം അങ്ങോട്ടേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നത്. ഞാൻ ജസ്റ്റ് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു ഹായ് പറയാനായിട്ട്. പള്ളിയുടെ തൊട്ട് മുകളിലാട്ടോ നമ്മുടെ വീടുള്ളത്. അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ പള്ളി ഇപ്പോൾ അവർ വീണ്ടും വന്നതിന് എന്താ പറയുക ആൾക്കാരെയൊക്കെ കുറച്ചുകൂടെ റീകൺസ്ട്രക്റ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങോട്ട് വരുന്നത്, കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ആൾക്കാരുടെ എന്താ പറയുക പെയിൻറ്റിങ്ങും ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പള്ളിയിലുള്ള തന്നെ തമ്പു എന്ന പയ്യനാണ് ഇത് ചെയ്തത്, ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് പുൾപ്പിറ്റ് അവിടുത്തെ. അപ്പോൾ അതിനുശേഷം ഒരു ചെറിയ സമ്മേളനം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ കൂടെ കാണാൻ കൂടെ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് അതിനുശേഷം ഒന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വിശിഷ്ട വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ സൈമൺ മാമൻ. എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവരുടെ വീട്ടിൽ പോയി ഞങ്ങൾക്ക് എന്നോട് കാര്യമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞിട്ടേ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങോട്ടേക്ക് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ കാറിൽ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ അച്ചു ഉണ്ടായിരുന്നു. 2 കാറിലായിട്ട് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടാക്കിയത്.
waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go. ശരിക്കും ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോ യാത്രയും ഓരോ നല്ല നല്ല എന്താ പറയുക നല്ല കാര്യങ്ങളുടെ തുടക്കമാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ യാത്ര ചെയ്യുന്തോറും നമ്മുടെ മൈൻഡ് എപ്പോഴും റിഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഓരോരോ ടേണിംഗ് പോയിൻ്റ് നമുക്ക് ഓരോരോ കുഞ്ഞു പോസിറ്റിവിറ്റി നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യം അല്ലേ. ഇടിഞ്ഞാറ് നിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട് കുരിശടി മങ്കയം വെള്ളച്ചാട്ടത്തേക്ക് പോകാനായിട്ട്. നമ്മളിവിടെ എത്തുമ്പോൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. പക്ഷേ ഇവിടെയുള്ള ഇടിഞ്ഞാറിലുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. എന്നിരുന്നാലും അവിടെ പോയെന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ എക്കോ ടൂറിസം വെൽക്കം ടു കുരിശടി വെള്ളച്ചാട്ടം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് അങ്ങോട്ടേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സൈഡിലൊരു കുരിശടി കാണാൻ പറ്റും, പണ്ട് പണിതത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുരിശടി അവിടെ ഉള്ളത് കൊണ്ടാണ് കുരിശടി വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതിനെ കാളക്കയോ എന്ന് പറയും. അത് കാളക്കയോ എന്നറിയപ്പെടാനായിട്ട് കാരണം കാളയും കൊണ്ട് വരുന്ന വഴിക്ക് കാളയും കാളവണ്ടി ഓട്ടിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആളും കൂടെ എന്താ പറയുക അതിന് കഴുത്തിലേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം അതിനെ കാളക്കയോ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു റിസോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുമ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഫുള്ള് എന്താ പറയുക വേറെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പോവുക, നമുക്ക് അവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ, കുളിക്കാം, തിരികെ വീട്ടിലേക്ക് പോരാൻ എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സ്റ്റേ ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് വന്നാലും താമസിക്കാനും ഉള്ള സൗകര്യമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മങ്കയം കുരിശടി വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. കുറച്ച് ഹൈറ്റിലാട്ടോ പോകേണ്ടത്. കുറച്ച് പാറയും കുന്നൊക്കെ കയറി വേണം നമ്മളവിടെ കാണാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ ഊഞ്ഞാൽ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ആടേണ്ടവർക്ക് അങ്ങനെ അവർക്ക് എൻജോയ് ചെയ്യാം. പിന്നെ കുറച്ച് വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ആറാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിന് വെള്ളം പോകുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് അവിടെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ ബ്രൈമൂറൂടെ കാണാൻ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് തിരികെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് ലേറ്റാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങാനായിട്ട് സാധിച്ചില്ല. നേരെ കയം കാണാനായിട്ട് മുകളിലേക്ക് പോകാം എന്നായിരുന്നു വിചാരിച്ചത്. ശരിക്കും ഞാൻ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് കയറുന്ന സമയത്ത് വയനാട് വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ അവിടെ കാണാൻ പോയ ആ ഒരു ഫീലുണ്ടായിരുന്നു എനിക്ക് ഇവിടെ പോകുന്ന സമയത്ത്. ശരിക്കും പാറക്കെട്ടുകളുടെ ഇടയിലൂടെയൊക്കെ കേട്ടോ പോകേണ്ടത്. ഇവിടെ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട് വെള്ളച്ചാട്ടം കാണാൻ. പക്ഷെ ബ്രൈമൂർ ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങോട്ടൂടെ പോകണം, എന്താ സംഭവം എന്നുള്ളത് കാണണമല്ലോ എന്നും കൂടെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ യാത്രകൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടുന്നത്. അത്തരത്തിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ, ഫാമിലിയായിട്ട് പോകുമ്പോൾ ഓരോന്നും വ്യത്യസ്തമായിരിക്കും.
അപ്പോൾ നമ്മളൊരു എന്താ പറയുക കയറ്റം കയറി ഇറങ്ങി. അടുത്തൊരു ഇറക്കമാട്ടോ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. മുമ്പ് ഈ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ഒരു പിടിച്ചു പോകേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നീട് 1-2 അപകടങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഈ ഒരു തരത്തിലുള്ള ഫെസിലിറ്റി ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒത്തിരിയേറെ മരണങ്ങളുണ്ടായിട്ടുണ്ട്. പിള്ളേരൊക്കെ കുളിക്കാൻ വന്നിട്ട് മുങ്ങിപ്പോയി, അങ്ങനെ ഇതുണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ കുടിവെള്ളത്തിനുള്ള പൈപ്പ് ലൈനും പോയിട്ടുണ്ട്, അതാണ് ആ കാണുന്നത്. ഇത് 3 കയമായിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കത് മൂന്നിടത്തേക്കും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ ഫസ്റ്റ് അവിടെ മാത്രം നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് തന്നെ ഇറങ്ങി. അപ്പോൾ നേരെ ബ്രൈമൂറിലേക്ക് ആയിരുന്നു പോയത്. ഈ ബ്രൈമൂർ എന്ന് പറയുന്നത് എന്താ, ബ്രിട്ടീഷുകാർ അവിടെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പണിത ടീ ഫാക്ടറിയും ഒക്കെ കാര്യങ്ങളും ഇന്നും അതുപോലെ തന്നെയുണ്ട്. പക്ഷേ അത് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല എന്നുള്ളതായിരുന്നു. പിന്നെ അവിടെ എസ്റ്റേറ്റുകളൊക്കെയുണ്ട്. ഇടിഞ്ഞാറിലുള്ള ആൾക്കാരിൽ കൂടുതലും ഈ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ വന്ന് ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഇടവാണ് ഇവിടെ. അവിടെ ഇപ്പോൾ കണ്ട മലയുണ്ട്, ആ മലയാണ് പൊന്മുടി. നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാം. ഇതുവഴി തന്നെ നമുക്ക് നടപ്പാതയുണ്ട് പൊന്മുടിയിലേക്ക് പോകാൻ, പക്ഷേ ശരിക്കും റോഡായിട്ടില്ല. ആ കാണുന്നത് പൊന്മുടിയാണ്. അപ്പോൾ നമ്മൾ നേരെ ബ്രൈമൂർ വന്ന് എത്തിയിട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇടിഞ്ഞാറ് നാട്ടുകാരിയാണെങ്കിലും ബ്രൈമൂറിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇതൊക്കെ കാണുന്നത് കുഞ്ഞു കുഞ്ഞു ലയങ്ങളാണ്. അന്ന് ടീ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്ത തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ലയങ്ങളാണ്. പക്ഷേ ഇന്ന് അത്യാവശ്യം 1-2 അടുത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ ബ്രിട്ടീഷുകാർ പണിതതിന് ശേഷം അത് അത്രത്തോളം കാര്യമായിട്ട് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാത്തത് കാരണം തന്നെ ഇപ്പോൾ പൂട്ടിയിട്ടേക്കാണ് ഫാക്ടറിയൊക്കെ. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ അവിടെ തന്നെ ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ്. ബ്രൈമൂർ ടൂറിസം ആണ് ഈ ഭാഗം. നമുക്കിതിൽ 100 രൂപ എന്തോ ആണ് നമുക്ക് ഡയറക്റ്റ് മുകളിലോട്ടുള്ള എസ്റ്റേറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 100 രൂപ എന്തോ പാസ് ഉണ്ട്. പിന്നെ ഇത് CSI പള്ളിയായിട്ട് പണ്ടുണ്ടായിരുന്ന പള്ളിയത്. ഇതൊക്കെ ഫുള്ള് പൊളിഞ്ഞു പോയി, മൊത്തത്തിൽ ഒന്നും തന്നെ ഇല്ലാത്ത രീതിക്ക് ഫുള്ള് നശിച്ചു പോയെന്ന് തന്നെ പറയും. ആ രീതിക്ക് ആയിട്ടുണ്ട് ഈ ഒരു പള്ളി. മൊത്തത്തിൽ അതൊക്കെ ഒന്നും ഉപയോഗശൂന്യമായിട്ടുണ്ട്. പക്ഷേ കെട്ടിടങ്ങൾ കണ്ടാലറിയാം അന്നത്തെ അവരുടെ നിർമ്മാണ രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ പാസ് ഉള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ശരിക്കും സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് പാസ് എടുത്ത് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. തിരിച്ച് വീട്ടിലും പോകണം. അപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടതിന് ശേഷം പോവാം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ടീ ഫാക്ടറിയാണ് വരുന്നത്. താഴെയായിട്ടൊരു ആറ് പോകുന്നുണ്ട്. വേനലായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ടീ ഫാക്ടറിയാണ്. പൂട്ടിയിട്ടേക്കുക. ഇപ്പോൾ നമുക്ക് നോക്കാൻ പറയാം ടീ ഫാക്ടറി എന്നുള്ളതൊന്ന് AD 1883 ബ്രിട്ടീഷുകാർ പണിത ടീ ഫാക്ടറിയാണിത്. പക്ഷേ നമുക്ക് പോയ ടൈം കുറച്ച് ലേറ്റായിപ്പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ആ ടീ ഫാക്ടറിയിലുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. നമ്മൾ പോയ ടൈം കുറച്ച് ലേറ്റായിപ്പോയി. ഹൈഡ്രോളജി സെക്ഷനാണ്. ഇവിടുത്തെ മഴയുടെ അളവും ഒക്കെ അറിയാനായിട്ടുള്ള സെക്ഷനാണ് ഇവിടെ. മുമ്പ് അത് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഒന്നും വർക്കിംഗ് അല്ല. ഈ കാണുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു ലയങ്ങളാണ്.
മുകളിലോട്ടൊക്കെ അങ്ങനെ ഓരോരോ ലൈനുകളുണ്ട്. അത്യാവശ്യം തൊഴിലാളികളൊക്കെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടൊക്കെയാണ്. അതിനകത്തൊക്കെ പണ്ട് അവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ ഉപയോഗിക്കാൻ വെച്ചിരുന്ന കട്ടില്, മെത്തകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബ്രൈമൂർ ടീ ഫാക്ടറിക്കകത്ത് വരുന്നത്. അപ്പോൾ അവിടെ ചെടി കണ്ടപ്പോൾ ഒന്ന് കൗതുകം തോന്നി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നിന്ന് പോകുന്ന നല്ല ഫ്രഷ് ശുദ്ധമായിട്ടുള്ള വെള്ളം കേട്ടോ. വെള്ളമാഴ്ചക്ക് വേറെ കടയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അത് കുടിക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരികെ പോകാൻ ആയിട്ട് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്കുണ്ടാവണം, നമ്മുടെ ചാനലിലുണ്ടാവണം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.